ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ സിജോയുടെ മാരേജുമായി ബന്ധപ്പെട്ട് നോറ കേക്ക് തേച്ച ഒരു ഇഷ്യൂവിനകത്ത് ചെയ്ത ആ വീഡിയോ. അതിനകത്ത് ഞാനൊരു പർട്ടിക്കുലർ വ്യക്തിയെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ആ വ്യക്തിയും ഞാനും തമ്മിൽ 1-2 മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഡിലീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോ റീ അപ്ലോഡ് ചെയ്യണോ എന്ന് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അതിന്റെ അടിയിൽ വന്നിരുന്ന കമന്റ് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടില്ല, അത് റീ അപ്ലോഡ് ചെയ്യണം എന്നാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ ഇവിടെ റീ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന വ്യക്തിയെ പേഴ്സണലായിട്ട് ദ്രോഹിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരെനിക്കെതിരെ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് സ്റ്റിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ അറിയണം, അറ്റ്ലീസ്റ്റ് എൻ്റെ ഓഡിയൻസ് എങ്കിലും അറിയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു സബ്ജക്റ്റിലെ നമ്മുടെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു. എനിക്കിതിനകത്ത് കൂടുതൽ കടന്ന് സംസാരിക്കാൻ വേറെ ഇല്ല. ഇതിനകത്ത് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. സോ എൻ്റെ സൈഡ് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം അന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ട 1-2 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോയിലോട്ട് വരാം. ഈ പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനം ഓറിയന്റഡ് ആയിട്ടാണ് ഈ പ്രശ്നമെല്ലാം തുടങ്ങിയത്. ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഈ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ്. എൻ്റെ ഒരു കണക്ക് വെച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിനകത്ത് പറയുന്നുണ്ട്. അത് പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി ആ വീഡിയോയുടെ വെക്കാം. ചെറിയ കാൽക്കുലേഷൻ വഴി ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. നമുക്കൊരു ആവറേജ് പ്രൈസ് എന്നുള്ളത് 700 എന്ന് എടുക്കാം. ഓക്കെ, ആവറേജ് പ്രൈസ് 700. നമുക്ക് ഈ 700നെ 10 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നാണ് അവിടെ പറഞ്ഞത്. 10 മില്യൺ വെച്ച് ഇൻറ്റു ചെയ്യാം. 1, 2, 3, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 700നെ 10 ലക്ഷം വെച്ച് കണക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 70 കോടി രൂപയാണ് ഗൈസ്. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 70 കോടി രൂപയാണ് ഗൈസ്. ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. 4 കൊല്ലം കൊണ്ട് ചേച്ചി ഉണ്ടാക്കിയത് 70 കോടി രൂപ എന്ന് വെച്ചാൽ ഒരു വർഷം ആവറേജ് ആണ് കേട്ടോ. അപ്പം ഒരു വർഷം 17.5 കോടി രൂപയുടെ ടേൺ ഓവർ ആ കമ്പനി നടക്കുന്നുണ്ട്. പോട്ടെ, നമ്മൾ 700 എന്നുള്ളത് 500 ആക്കി. ബേസ് പ്രൈസ് 500 രൂപ വെച്ചിട്ട് മേടിച്ച്. എന്നാലും 50 കോടി രൂപയുണ്ട്. 50 ഡിവൈഡഡ് ബൈ 4 കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ 12.5 കോടി രൂപയുടെ ടേൺ ഓവർ. ലാഭമല്ല, ടേൺ ഓവർ. ഇത്രയും കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മലബാർ ഗോൾഡ് വല്ലതും ആണ്? എൻ്റെ സംശയമാണ്. ഒരു കൊല്ലം 10 കോടി അല്ലെങ്കിൽ 15 കോടിയുടെ കളക്ഷൻ നടക്കുമോ? എന്തായാലും ഞാനിപ്പോൾ ഏറ്റവും ബേസ് പ്രൈസ് ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതൊന്നും ആയിരിക്കത്തില്ല, ഇതൊന്നും ആയിരിക്കൂല. അന്നേരം ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നെങ്കിൽ ഈ 1 മില്യൺ ഹാപ്പി പ്ലസ് കസ്റ്റമേഴ്സ് എഴുതിയേക്കുന്നത് ലോകോത്തര ഉടായിപ്പ്, അല്ലെങ്കിൽ ഇടിമാമോ ഒന്ന് അവിടം വരെ ഒന്ന് പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരുന്നത് നന്നായിരിക്കും. അന്നേരം ഇത്രയും കോടി രൂപയുടെ ടേൺ ഓവർ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടോ? അന്ന് എനിക്ക് തോന്നിയൊരു സംശയമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു കണക്ക് വെച്ച് ജസ്റ്റ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സിന്റെ സ്ഥാനത്ത് 2 ലാക്ക് ഹാപ്പി കസ്റ്റമർ ആണ് കാണാൻ സാധിക്കുന്നത്. മേ ബി ഞാൻ അന്ന് പറഞ്ഞ കാര്യം ശരിയായിരിക്കാം. അത് സീരിയസ് ആയിട്ട് ഇവർ എടുത്തിട്ടുണ്ടാവാം. അതിനെ തുടർന്ന് വരുന്ന ഭവിഷ്യത്തുകൾ ചിലപ്പം വലിയ വില കൊടുക്കേണ്ടി വരുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം 10 മില്യൺ എന്നുള്ളത് എഡിറ്റ് ചെയ്ത് 2 മില്യൺ ആക്കിയത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതിനകത്ത് ഞാൻ കൂടുതൽ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി ഇവരെനിക്കെതിരെ ഇട്ട വീഡിയോയിലേക്ക് നമുക്ക് വരാം. ആ വീഡിയോ ഏകദേശം 22-23 ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഇവർ പറയുന്നത് എന്നെ പറ്റിയാണ്, കംപ്ലീറ്റ് എന്നെ പറ്റിയാണ്. ആ ഒരു വിഷയം നടക്കുന്നതിന് ഒരു 4 മാസം മുന്നേ ഇവരുടെ ഒരു Q&A എടുത്തു വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വീഡിയോ മേക്കിംഗ് സ്റ്റൈൽ അറിയാലോ, കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഇവരുടെ എക്സ്പീരിയൻസ് വെച്ച് കമ്പയർ ചെയ്ത് എൻ്റെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നത്. ഇവരുടെ ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ 4 മാസം മുന്നേ ഇട്ട ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഇവരെന്നെ ജഡ്ജ് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോയുടെ ഒരു ഭാഗം ഞാൻ അവിടെ കാണിക്കാം. ഇതെനിക്ക് മാല കമ്മൽ വീഡിയോ ഒക്കെ കണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് പുള്ളിക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അൺഎഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ സംസാരിക്കുന്ന പോലെ പുള്ളി സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു പഠിപ്പില്ലായ്മ അത് എന്തെങ്കിലും ആയിരിക്കുന്നു, നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടു. എന്തോ ആയിക്കോട്ടെ, പുള്ളി അത് ചെയ്തോട്ടെ, അങ്ങനെയെങ്കിലും കഞ്ഞിക്ക് വക ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. ചേച്ചിയുടെ വലിയ മനസ്സിന് ശതകോടി പ്രണാമം. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് തിരിച്ചു. താങ്ക് യു. പിന്നീടാണ് എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ വേറെ സ്റ്റാഫ് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടിയും എനിക്ക് ഒരു വീഡിയോ കാണിക്കാൻ ഇടയായത്. അപ്പോൾ അതിന്റെ തമ്മിലും കാര്യങ്ങളും ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. 2 മാസം മുന്നേ ഇറക്കിയ വീഡിയോ. ഞാൻ ഈ വീഡിയോ തന്നെ തമ്മിൽ ആഡ് ചെയ്യാം. അതിനകത്ത് ഞാൻ ബാങ്കോക്കിൽ ഞാൻ അശ്വിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. വേറെ വേരിങ് ബിക്കിനി, ഞാൻ ഒരു സ്വിം വെയർ ഇട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ്. ഒരു സെൽഫിയാണ്. അതിൽ ഞാൻ എൻ്റെ സ്റ്റോറി ഇട്ടതാണ്. എനിക്ക് എന്തിനാണെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ആ ഒരു ഈ ഒരു ഏരിയ പുള്ളി തന്നെ ബ്ലേഡ് ആക്കി ഞാൻ അവിടെ നേക്കഡായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടതുപോലെ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ട് എൻ്റെ Q&Aയിലുള്ള ഒരു സ്ക്രീൻഷോട്ടും വെച്ചിട്ട് പുള്ളി ഒരു വല്ലാത്തൊരു ഞരമ്പ് രോഗി പോലത്തെ ഒരു എക്സ്പ്രഷൻ അത് കാണിച്ചിട്ടുണ്ട്. അങ്ങനത്തെ എക്സ്പ്രഷൻ കാണിച്ചിട്ട് എക്സ്പോസ് ചെയ്യുന്നത് അശ്വിന് കുഴപ്പമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ക്യാപ്ഷൻ. ആൻഡ് ഈ ഒരു ഫോട്ടോയെ കുറിച്ച് പുള്ളി ഇതിനകത്ത് 2 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്. അതായത് ക്ലിക്ക് ബേറ്റ് ആണ് ബേസിക്കലി ഇത്. ആദ്യം ക്യാപ്ഷനെ പറ്റി പറയാം. എക്സ്പോസ് ചെയ്യുന്നതിൽ അശ്വിന് കുഴപ്പമില്ല.
അശ്വിൻ അതിനകത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ആ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഞാൻ കൈ നിട്ട കാര്യമല്ല. ആ പറഞ്ഞതിനോട് സാധൂകരിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ വെക്കാൻ തോന്നി, അതുകൊണ്ട് വെച്ചു. പിന്നെ ഞാൻ ആ വെച്ച പിക്ക് നിങ്ങളുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തൊരു പിക്കാണ്, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ചോർത്തി എടുത്തുകൊണ്ട് വന്ന പിക്കല്ല. പിന്നെ ബ്ലർ ആക്കിയതിന്റെ കാര്യം എന്താണെന്ന് പറയാം. ഈ തമ്പനയിൽ ഞാൻ ആദ്യം ബ്ലർ ആക്കാതെ തന്നെയാണ് ഇട്ടത്. ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്തു ബ്ലർ ആക്കാതെ തന്നെയാണ് ഇട്ടത്. അത് ഇട്ട സമയത്ത് ആഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. യൂട്യൂബറായ തനിക്കത് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. ആ സാധനം അടിച്ചു. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞി കുടിച്ചൊക്കെ പോകണ്ടേ, എന്നാൽ ഈ ആഡ് സ്യൂട്ടബിലിറ്റി അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ബ്ലർ ആക്കിയത്. ചിലപ്പോൾ ഏജ് റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറി വരാം. യൂട്യൂബിന്റെ പല പോളിസിയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്ക്ലൈമറിനെ പറ്റി പറയുന്നുണ്ട്. അതും ഈ ഒരു ആഡ് സ്യൂട്ടബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വെച്ചതാണ്. യൂട്യൂബിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, വെറും യൂട്യൂബിനെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാണ്. യൂട്യൂബിന്റെ പോളിസി അറിയാലോ, അത്യാവശ്യം നല്ല പോളിസിയാണ്. അന്നേരം ഈ ആഡ് സ്യൂട്ടബിലിറ്റി വെറുതെ നമുക്ക് അടിച്ചു തരും. തമ്പനയിൽ മാറ്റി ഈ പറയുന്ന ഡിസ്ക്ലൈമർ വെച്ച് രണ്ടാമത് അപ്ലോഡ് ചെയ്ത സമയത്താണ് ഈ ആഡ് സ്യൂട്ടബിലിറ്റി എന്നുള്ള സാധനം മാറി കിട്ടിയത്. അതല്ലാതെ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് വെച്ച ഒരു ഡിസ്ക്ലൈമർ അല്ല. അത് വളരെ ചെറുതായിട്ട് എഴുതിയേക്കുന്ന ഡിസ്ക്ലൈമറാണ്. അത് കുത്തിയിരുന്ന് ആരെങ്കിലും വായിച്ച് നോക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഡിസ്ക്ലൈമർ തന്നെ ക്യാരി മിനാറ്റി എന്ന് പറഞ്ഞ യൂട്യൂബറിനെ അറിയാമെന്ന് വിചാരിക്കുന്നു. പുള്ളിക്കാരൻ്റെ ഡിസ്ക്ലൈമറാണ്, അല്ല ഞാൻ എഴുതി പിടിപ്പിച്ചൊന്നും അല്ല. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ സാധനം കണ്ടപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളെപ്പോലുള്ള വലിയ ആൾക്കാർ നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാരുടെ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അന്നേരം ആ ഒരു ഡിസ്ക്ലൈമർ നിങ്ങളെ പേടിച്ചിട്ട് വെച്ചതാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഫോട്ടോ വെച്ചതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഇവരുടെ ഒരു ഫോട്ടോ ഞാൻ തമ്പനയിൽ യൂസ് ചെയ്തെന്നായിരുന്നു ആദ്യത്തെ ആ ഒരു വീഡിയോയുടെ ആരോപണം. അതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾ പോയി കണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഇവരൊരു പർട്ടിക്കുലർ ഡയലോഗ് പറയുന്നുണ്ട്. ഞാൻ അന്ന് പറയാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നേക്കഡ് ആവുന്ന പോലെ ആ ഫോട്ടോ ബ്ലർ ആക്കി കാണിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഇവർ പറയുന്നത്. വിച്ച് മീൻസ് ഞാൻ ഇവരുടെ നേക്കഡ് ഫോട്ടോ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞു വെക്കുന്നതിന്റെ മീനിങ്. ഇതിനകത്തൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഫോട്ടോ തന്നെയാണ് ഇവരുടെ ഈ തമ്പനയിലകത്ത് ഇവർ കൊടുത്തിരിക്കുന്നത്. വിച്ച് മീൻസ് അവർ തന്നെ ആ ഒരു ബ്ലർഡ് ഫോട്ടോ അവരുടെ തമ്പനയിലകത്ത് വെച്ചിട്ട്. ഹെലനോ സ്പാട്ടയുടെ ഒരു മോർഫിഡ് പിക്കിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഹെലനുമായിട്ട് ഞാൻ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചപ്പോൾ ഹെലൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിയുടെ പിക്കും ആ ഒരു പേജിൽ ഉണ്ടായിരുന്നു, മോർഫിഡ് പിക്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സോ അത് ബ്ലർഡ് പിക്കൊന്നും അല്ല, ന്യൂഡായിട്ടുള്ള പിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരത്തി അന്നെ അടുത്ത് പറഞ്ഞത്. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല, അതൊന്നും ഇവരെ ബോധർ ചെയ്യുന്ന കാര്യവുമല്ല. അതിനെതിരെ ഒരു നിയമ നടപടിക്ക് ഇവർ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെലൻ 5 കൊല്ലമായിട്ട് അത് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആരെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഞാൻ ഇവരുടെ ഒരു പിക്ക് എടുത്ത് യൂസ് ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ എനിക്കെതിരെ വന്ന ആരോപണം. അത് ഇവർ പബ്ലിക്കായിട്ട് ഇട്ട ഒരു പിക്കാണ്. ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് മീഡിയ ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ഇതാണ് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ്. ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഇവരുടെ വീഡിയോസ് ആണ് ഒരു 90% ആ ഒരു പേജിൽ ഇട്ടേക്കുന്നത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് ചെയ്യാനും ഡിഫെയിം ചെയ്യാനും ഞാൻ ഇവരെ ബുള്ളി ചെയ്യാനും ശ്രമിച്ചു എന്ന് പറഞ്ഞ് എനിക്കെതിരെ വളരെ കിടിലമായിട്ട് റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ്, ഒരു പേജാണ് ഈ മീഡിയ ബിറ്റ്സ് എന്ന് പറയുന്ന പേജ്. മേ ബി ചിലപ്പം ഈ പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പേജുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവത്തില്ല, നമുക്ക് വേണേൽ അങ്ങനെ അനുമാനിക്കാം. അവർ ഏതോ ഒരുത്തൻ വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോകുന്നു. അവൻ അന്ന് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ തമ്പനയിൽ നമുക്ക് റീൽസിനകത്ത് തമ്പനയിൽ കൊടുക്കാം. ഞാൻ ആ റെഡ് കോളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന തമ്പനയിലാണ് ഗൈസ്. ആ തമ്പനയിൽ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ തമ്പനയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കെതിരെയുള്ള വീഡിയോ ആണ്. ആ തമ്പനയിലോട്ട് യാതൊരു ബന്ധവുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം, ഓക്കെ ഏതോ ഒരു പിക്ക് വെച്ചിട്ട് തമ്പനയിൽ ഇട്ടു, അത് നീ എന്തിനാണോ എന്ന് പറയുന്നത്? ആ ഒരു റീലിന്റെ അടി വന്ന കമന്റ്സ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സോ മീഡിയ ബിറ്റ്സ് ലൈഫ് ഓഫ് അനന്തു 2x ബാൻ എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. സോ അതിന്റെ അടിയിൽ ഈ വ്യക്തി വന്ന് കമോൺ എന്നും പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവരുടെ അങ്ങനത്തെ ഒരു തമ്പനയിൽ വെച്ചിട്ടുള്ള റീൽ ഇവർ കണ്ടിട്ടുണ്ട്. അവർ ആ ഒരു തമ്പനയിൽ യൂസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യൂ ആയത്. ഇവരുടെ മോർഫിഡ് പിക്ക് പോയതിന് ഇവർക്ക് പ്രശ്നമില്ല, നമ്മൾ യൂസ് ചെയ്തപ്പോഴാണ് പ്രശ്നമായത്. സോ അതെന്റെ തെറ്റാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു കാര്യത്തിൽ, ആ ഒരു പിക്ക് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സോറിയും പറഞ്ഞിട്ടുണ്ട്, പരസ്യമായി സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, ഞാനവിടെ പിക്ക് വെച്ചതാണോ യഥാർത്ഥ പ്രശ്നം? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഒരു പിക്കിന്റെ പേരിൽ ഒരു വുമൺ കാർഡ് ഇറക്കി എന്നെ ഒരു മോശപ്പെട്ട വ്യക്തിയാക്കാനാണ് ശ്രമിച്ചത്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പിക്ക് വെച്ചതിൽ ഇവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറയുന്ന റീലിന്റെ തമ്പനയിലും ഇവർക്ക് പ്രശ്നം ഉണ്ടാവണം. ആ പറയുന്ന തമ്പനയിൽ ഇവരുടെ തമ്പനയിലിനകത്ത് വെക്കാൻ പാടില്ലായിരുന്നു. സോ അതൊന്നും അല്ല പ്രശ്നം. എന്നെ മാക്സിമം അടിച്ചാക്ഷേപിക്കുക, അതാണ് ലക്ഷ്യം. അത് കൃത്യമായിട്ട് ആ ഒരു വീഡിയോക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അന്ന് ഡിലീറ്റ് ചെയ്ത വീഡിയോന്റെ ബാക്കി നിങ്ങൾ കാണും. ഓൾമോസ്റ്റ് ഒരു 20 minutes ഉണ്ട്, അത് ഫുൾ ഇരുന്ന് കാണും. ഈ പറയുന്ന വീഡിയോക്കകത്ത് ഞാൻ ഇവരെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. Ashwin okay being exposed to social media, any privacy issue? What do you like 2-year-old child exposed? What exposed? ഞാൻ അവരെ തോർത്തിൽ കൊണ്ട് നടന്ന മീഡിയ കാണാൻ എടുത്ത് വെളി കാണിക്കുന്നുണ്ട്. He's older than me. He knows what he's doing.
He knows what he's doing. എന്ത് കാര്യമാണോ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത് അത് നമ്മൾ ആക്ച്വലി പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്താണ് അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് മാത്രം ആക്ച്വലി കാണിക്കുന്നുണ്ട്. See, the thing is, I am smart enough to show what has to be shown on social media. ഞാൻ കാണിക്കാനുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയ കാണിച്ചത്. ഞാൻ കംഫർട്ടബിൾ ആണ് കേട്ടോ. താങ്ക് യു ഫോർ ആസ്കിംഗ്. He's okay. അത് പൊളിച്ചേട്ടാ, അത് സൂപ്പർ പരിപാടി, എനിക്ക് ഇഷ്ടം. അപ്പോൾ അശ്വിനോട് പറഞ്ഞ മറുപടിയാണ് ഞാൻ ആ ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവർക്ക് കുഴപ്പമില്ല, പിന്നെ നാട്ടുകാർക്കാണോ കുഴപ്പം എന്നാണ് ഞാൻ ആ വീഡിയോക്കകത്തും ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി മോശമായിട്ട് ഒരു രീതിയിലും ഞാൻ അതിനകത്ത് കമന്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഈ വീഡിയോക്കകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് വ്യക്തമായി എന്റെ അച്ഛനെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ നിങ്ങൾക്കെതിരെ നിരന്തരമായി തുരുതുരാന്ന് വീഡിയോ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതുവരെ 3 വീഡിയോ ആണ് ദിയയുടെ പേര് ചെയ്തിട്ടുള്ളത്. അതൊന്ന് 2.5 മാസം മുമ്പ്, അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് 2 വീഡിയോ ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് തൻ്റെ അച്ഛനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യം. തൻ്റെ അച്ഛനെ ഇഷ്ടമല്ലെങ്കിൽ ആ പുള്ളിക്കാരനെ പറ്റിയല്ലേ ഞാൻ വീഡിയോ ചെയ്യേണ്ടത്? എന്തിന് തന്നെ പറ്റി വീഡിയോ ചെയ്യണം? ഞാൻ ഇന്നേ വരെ എൻ്റെ ചാനലിനകത്ത് കൃഷ്ണകുമാറിനെ പറ്റി ഒരു തരത്തിലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതിന് എന്തോരം അവസരം പുള്ളി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലെടുത്ത് നോക്ക്, ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല പുള്ളിയെ വെച്ചിട്ട്. പുള്ളി ഇഷ്ടമല്ലെങ്കിൽ പുള്ളിക്കെതിരെ എനിക്ക് വീഡിയോ ചെയ്താൽ എന്നിട്ട് എനിക്കതൊരു വീഡിയോ ചെയ്യണം. സോ ആ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓരോ പാർട്ടി ഇഷ്ടപ്പെടുന്നവരാണ്, ഓരോരുത്തരെ സ്നേഹിക്കുന്നവരാണ്. ആരെ ഇഷ്ടപ്പെടേണ്ട ആവശ്യം, ഇവനെ നിങ്ങൾ ആരും ഇഷ്ടപ്പെടേണ്ട, എന്നെ ഇഷ്ടപ്പെടേണ്ട, എന്റെ വീട്ടിൽ എന്റെ അച്ഛനെ ഇഷ്ടപ്പെടേണ്ട ആവശ്യം. ആ വീഡിയോക്ക് എന്റെ അച്ഛൻ പോലും ഇല്ല. എന്തിനാ പുള്ളിക്കാരുടെ പേര് നിങ്ങളത് പറഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഇവർ ഞാൻ പറയുന്ന വീഡിയോക്കകത്ത് അവരുടെ അച്ഛൻ്റെ പേര് പറഞ്ഞ ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാൻ കഴിച്ചു. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണും. ബൈ ദ വൈ, ഈ ഓസി കുഞ്ഞിനെ ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഗൈസ്. ഇതാണ് നമ്മുടെ പ്രശസ്തമായ സിനിമാ താരവും പാർട്ടി പ്രവർത്തകനുമായ കൃഷ്ണകുമാർ. 100% വിജയം മാത്രം. പുള്ളിക്കാരന്റെ എത്രാമത്തെ എന്നറിയത്തില്ല ഗൈസ്, പുള്ളിക്കാരന്റെ മോളാണ്. വീഡിയോയിൽ തന്നെ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്, ഓസി കുഞ്ഞിനെ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ മകളാണ് ഓസി എന്ന്. നിങ്ങളെ അറിയാത്ത ആളുകൾ ഈ നാട്ടിലുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. എൻ്റെ വീഡിയോസ് കാണുന്നത് പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. പ്രായം ചെന്നവർ നല്ല രീതി ശരിക്കും കാണുന്നുണ്ട്. അവർക്കൊന്നും ചിലപ്പോൾ തന്നെ അറിയണമെന്നില്ല. തൻ്റെ അച്ഛനെ ചിലപ്പോൾ നല്ല രീതിയിൽ അറിയായിരിക്കും. കാരണം പുള്ളി വർഷങ്ങളായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കൃഷ്ണകുമാറിന്റെ മകളെന്ന് പറഞ്ഞാലേ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അല്ലാതെ തൻ്റെ അച്ഛനെ മനഃപൂർവ്വം ഞാൻ വലിച്ചിട്ടൊന്നുമല്ല. തന്നെക്കാളും പോപ്പുലർ ആടോ തൻ്റെ അച്ഛൻ. ഞാനും ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന പുള്ളിയുടെ മകളായിട്ട് തന്നെയാണ്, അല്ലാതെ ദിയ കൃഷ്ണയായിട്ടല്ല. സീരിയസ്ലി. അപ്പം ഇതിനകത്തെന്ന് പറയുമ്പോൾ എന്നെ പേഴ്സണലി പരിചയമുള്ള, എന്റെ കൂടെ നിന്ന് എന്റെ ലൈഫിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നവർ പോലും പുറത്ത് പറയാൻ ധൈര്യപ്പെടാത്ത ഒരു സംഭവമാണ് ഞാൻ എന്റെ കൂടെ നിന്നവനെ തേച്ചൊട്ടിച്ചു എന്നുള്ളത്. കാരണം കൂടെ നിന്നവർക്ക് എല്ലാവർക്കും എന്തുണ്ടായി എന്നുള്ളത് ടു ഡേറ്റ് വ്യക്തമായിട്ട് അറിയാം. അതിപ്പോ ഏതൊരു കാമുകന്റെ എന്തോ ആയിക്കോട്ടെ, ഇന്ന ആളെന്ന് പോയിന്റ് ഔട്ട് ഇത് പറയില്ല, ബട്ട് എവരിബഡി നോസ് വാട്ട് ഹാപ്പൻ. അതിവിടെ ഒരുവിധം പാട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒരു ഡയലോഗ് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. നേരത്തെ ഉള്ളവനെ തേച്ചൊട്ടിച്ചു എന്നൊരു ഡയലോഗ് അത് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. എനിക്ക് ഞാൻ തേച്ചൊട്ടിച്ചു എന്ന് പറയാൻ ഈ പുള്ളിക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് എനിക്കറിയണം. എന്നെ കുറിച്ച് പേഴ്സണലി അറിയാമെങ്കിൽ പോലും പറയാനുള്ള അധികാരമില്ല, അത് വേറെ കാര്യം. ബട്ട് അങ്ങനെ ഒരിക്കലും പുള്ളി സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഈ ഒരു പോയിന്റാണ് എനിക്കെതിരെ പുള്ളിക്കാരത്തി പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ്. ഇതിനകത്ത് പിടിച്ചിട്ടാണ് ബാക്കി കംപ്ലീറ്റ് വീഡിയോയും പോകുന്നത്. ഇനി ആക്ച്വലി ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നൊരു സാധനമാണിത്. അവസാനം അവനെ തേച്ചൊട്ടിച്ച് കയ്യിലെങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് അവന്റെ പാട്ടിന് പോയി. ഇപ്പൊ ഒന്നുകൂടെ കേൾപ്പിക്കാം. അവസാനം അവനെ തേച്ചൊട്ടിച്ച് കയ്യിലെങ്ങ് വെച്ചു കൊടുത്തു. എന്നിട്ട് അവന്റെ പാട്ടിന് പോയി. ഇപ്പൊ ഞാൻ ഒരിക്കലും ദിയ അവനെ തേച്ചൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അവസാനം അവൻ തേച്ചൊട്ടിച്ച് കൈ വെച്ചു കൊടുത്തു, എന്നിട്ട് അവന്റെ പാട്ടിന് പോയി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ദിയ ഒരു തേപ്പുകാരി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മേ ബി ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്, എൻ്റെ വീഡിയോക്കാളും കൂടുതൽ റീച്ച് കിട്ടുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് തന്നെയാണ്. സോ അത്രയും പേരിലേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, താൻ അയാളെ തേച്ചൊട്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു താൻ ഇട്ടുകൊടുക്കുകയാണ്, സമർത്ഥിക്കുകയാണ്. ഓക്കെ, അതും ഒരു പ്രൂഫ് ഒന്നും ഇല്ലാതെ വെറുതെ ഒന്ന് പറയുകയാണ്. സോ അത് മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ? സോ അവന്റെ വീഡിയോ ഇത്രയും ചിലപ്പോൾ കൂടി വന്നാൽ 1 ലക്ഷം 2 ലക്ഷം പേര് കാണുമായിരിക്കും. എൻ്റെ വീഡിയോ 10 ലക്ഷം പേര് കാണും. ബാക്കി 8 ലക്ഷം പേര് അവനെ പോയി തെറി വിളിക്കും. അത് കണ്ടിട്ടാണോ? തന്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ കമന്റ് സെക്ഷനിൽ കുറെ ടീംസ് വന്നിട്ട് കടന്ന് മെഴുകുന്നുണ്ട്. ഇവരൊന്നും എൻ്റെ വീഡിയോ കാണാതാണ് കടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താണെന്ന് പറഞ്ഞത് കേൾക്കാൻ പോലും ഒരെണ്ണം പോലും ആ വീഡിയോ തുറന്നു നോക്കിയിട്ടില്ല. വന്ന കമന്റിനകത്ത് നെഗറ്റീവ് അടിച്ചിട്ട് പോവുക. ഒരു പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ നെഗറ്റീവ് ഒക്കെ നല്ല രീതിയിൽ കേട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, ഞാൻ കടന്ന് മെഴുകുക എന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം നടത്തത്തില്ലായിരുന്നു. നിങ്ങൾ ഈ വീഡിയോയുടെ കേട്ടു നോക്കും. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് തന്നെ ദിയെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. വന്നിട്ടുള്ള ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഒരു 3 to 4 റിലേഷൻഷിപ്പിൽ ഒരാൾ പോലും ഇല്ല വേറെ ഒരു പെണ്ണുമായി അഫയറിൽ പെടാം. ഒരാൾ പോലും അതിനകത്ത് ഈച്ച് ആൻഡ് എവരിബഡി. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇനി സത്യമുള്ള കാര്യം പറഞ്ഞു, ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സംഭവം എന്താ വെച്ചാൽ നല്ലൊരു പയ്യന് കിട്ടുന്ന ഏതെങ്കിലും ഒരു കാട്ടുകോഴി ഒരുത്തിയായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു പെണ്ണിന് കിട്ടുന്നത് ലോകത്തിന് ഏറ്റവും വലിയ ഉടായ്പിനായിരിക്കും കിട്ടുന്നത്. ഇത്
ഇതൊരു ഈ നല്ല പയ്യനും നല്ല പെണ്ണും അല്ലെങ്കിൽ ഈ കോഴികൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂല. ഇത് ഇങ്ങനെ വരുത്തുള്ളത് എങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. Everybody is trying to act like a gentleman on social media, but I'm very sorry. Each and everybody had secret affairs, and I had to catch each and everybody. എല്ലാവരെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ പിടിക്കേണ്ട വന്നു. ദാരിദ്ര്യം ആലോചിച്ച് നോക്കി. 4 റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. 4 ഇതുപോലെ കണ്ടുകൊള്ളുമാർ ഇവിടെ പിടിക്കാനുള്ളത്. ശോകം ഇവിടെ എങ്ങനെ സഹിച്ചു പോഞ്ഞ നീ ഇത്രയും എല്ലാം കൂടി. സോ ഇങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞൊരു വ്യക്തി ദിയ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സോ നിങ്ങൾ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ വീഡിയോ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരു ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് നരമ്പ് രോഗി ഒന്നും പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ കൊടുക്കാറുണ്ട്. ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ട് എന്റെ Q&Aയിലുള്ള ഒരു സ്ക്രീൻഷോട്ടും വെച്ചിട്ട് പുള്ളി ഒരു വല്ലാത്തൊരു നരമ്പ് രോഗി പോലത്തെ ഒരു എക്സ്പ്രഷൻ അകത്ത് കാണിച്ചിട്ടുണ്ട്. I don't know what to call this. ഞാൻ നരമ്പ് രോഗിയെ പോലെ എക്സ്പ്രഷൻ കാണിച്ചു എന്നാണ് ഗൈസ് ദിയ കൃഷ്ണ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. It's like ഒരു പറഞ്ഞ സ്വഭാവം, I am like one nice person. മേ ബി അതായിരിക്കാം ഓപ്പോസിറ്റ് അട്രാക്ട്. പക്ഷെ ടൂ മച്ച് ഓപ്പോസിറ്റ്സ് ആയി പോയാലും ഉണ്ടല്ലോ കണ്ട കട്ടിലടി നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്തതിനു ശേഷമാണ് കുറച്ച് സിമിലർ. സോ ദിയ അവിടെ ഒരു കൗണ്ടർ അടിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്ന എക്സ്പ്രഷൻ ആണത്. ഓക്കെ, ആ തമ്പനയിലും ഇതും എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ അവിടെ ചിരിക്കുന്ന എക്സ്പ്രഷൻ ആണ് ആ ഇട്ടേക്കുന്നത്. ഇതാണ് ആ തമ്പനയിൽ, നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോ അതാണ്. ഇതാണ് ആ തമ്പനയിൽ. സോ 2 ഫോട്ടോയും സെയിം ആണ്. സോ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തമ്പനയിൽ ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫ്രെയിം കട്ട് ചെയ്തിട്ടാണ് തമ്പനയിൽ ഉണ്ടാക്കുന്നത്. ഫിലിമോറ എന്ന് പറയുന്ന ഒരു ആപ്പിനകത്താണ് എഡിറ്റ് ചെയ്യുന്നത്. അന്നേരം അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കുറേ നമ്മുടെ ഏതെങ്കിലും ബെസ്റ്റ് എക്സ്പ്രഷനൊക്കെ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് തരും. അതിനകത്ത് ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് ഇടുന്നതാണ് പരിപാടി. സോ അത് മാത്രമേ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇതിനകത്തൊരു ഞരമ്പ് രോഗി സെറ്റപ്പ് ഉണ്ടോ എന്ന് ഞാൻ എൻ്റെ ജന്മത്ത് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ എൻ്റെ നരമ്പിന് ഒരു കുഴപ്പമില്ല. ഇനി അടുത്തത് ആ വീഡിയോക്കകത്ത് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുള്ളി ഇതുപോലെ എന്താ പറയാ അശ്വിന്റെ അടുത്ത് സിമ്പതി തോന്നുന്നുള്ള പോലെ സംസാരിക്കുന്നുണ്ട്. അശ്വിൻ പൊട്ടനായി ഇരിക്കുന്നു സൈഡിലെന്നുള്ളത് പറയുന്നുണ്ട്. ഇനി ആക്ച്വലി എന്താണ് ഞാൻ അശ്വിനെ പറ്റി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കേട്ടു നോക്കുക ഗൈസ്. ഒന്നും അറിയാതെ പൊട്ടനായിരുന്നു ഇവിടെ ചുമ്മാതെ പറയുന്നത് കേട്ടോ. പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. സീരിയസ്ലി ആക്ച്വലി ദിയ ഭയങ്കര ലക്കിയാണ്. എനിക്ക് ആ പുള്ളിക്കാരൻ സംസാരം കേട്ടിട്ട് എല്ലാം ഭയങ്കര പാവമായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതാണ് ഞാൻ ആക്ച്വലി അവിടെ പറഞ്ഞത്. എനിക്ക് അശ്വിനെ കണ്ടപ്പോൾ പാവമായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് പാവമാണെന്ന് പറഞ്ഞു. അല്ലാതെ അവിടെ സിമ്പതി എന്നുള്ള രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. മോസ്റ്റ് ഓഫ് ദ ആളുകളും അശ്വിനെ കാണുമ്പോൾ പാവം എന്നുള്ള രീതി തന്നെ ആയിരിക്കും തോന്നുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിനു മുമ്പ് ഞാനൊരു പാട്ട് പാടുന്നുണ്ട്, അത് എൻ്റെ മിസ്റ്റേക്കാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ ഒരു ഇന്റൻഷനും മനസ്സിൽ വെച്ചിട്ടല്ല ആ ഒരു പാട്ട് പാടിയത്. സോ അത് അശ്വിനെ ഉദ്ദേശിച്ചിട്ടും അല്ല അങ്ങനെ പറഞ്ഞത്. സോ ആ ഒരു മൊമെന്റിൽ അങ്ങനെ വന്നു പോയതാണ്. അശ്വിന് അത് ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ കമന്റ് വരും, കമന്റ് സെക്ഷനിൽ ഇങ്ങനെ ഞാൻ ആ പാട്ട് പാടിയ പോലെ കമന്റ് വരും. സോ അത് അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ ഇവൻ പാവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് അങ്ങനെ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങളത് വേറെ തരത്തിലാണ് എടുത്തത്. അശ്വിൻ പൊട്ടനായി ജീവിക്കുന്നുണ്ട്. എന്താണ് പൈസ കൊണ്ട് എനിക്ക് ആൾക്കാരെ മേടിക്കാൻ പറ്റുന്ന സംസാരം? നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ത് നടക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും അത് നിങ്ങൾ എന്റെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി നിങ്ങൾ ആവശ്യമില്ലാതെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യുമല്ലേ. എന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ന്യൂസുകളാണ്. ഇനി ദിയ പറഞ്ഞത് എന്ത്, ഞാൻ പൈസയെ പറ്റി പറഞ്ഞത് എന്തെന്ന് നിങ്ങൾ കേട്ടു. നിങ്ങൾ ആ കുഴിയും അല്ലെങ്കിൽ കത്തിച്ച് ചെറുത് മാത്രമേ കാണൂ. വേറെ ആരും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കരയാനോ നിങ്ങളെ ഓർക്കാനോ നിങ്ങളുടെ ഫോട്ടോ വീട്ടിൽ വെക്കാനോ ആരും കാണും. That's the only thing that money can do. Money can't buy me. Like money can't buy love. Money cannot buy respect. പണം കൊണ്ട് സ്നേഹം, പീപ്പിൾ, റെസ്പെക്ട് ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ലെന്നാണ് നമ്മുടെ ദിയമോള് പറയുന്നത്. ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഏത് പട്ടിയെ വേണമെങ്കിലും മേടിക്കാം. പ്രണയം വേണോ? കൈ പൈസ മതി. പൈസ ഉണ്ടെങ്കിൽ പ്രശസ്തി വരും. പ്രശസ്തി ഉണ്ടെങ്കിൽ 100 പുറകെ വരും. അത് തലയില്ലെങ്കിൽ പോലും വരും. പൈസ മതിയെന്നേ ഇപ്പോഴത്തെ ഒരു പോക്ക് അങ്ങനെയാ. പിന്നെന്താ പറഞ്ഞ റെസ്പെക്ട്. പൈസ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാർ വരെ നമ്മളെയൊക്കെ അംഗീകരിക്കത്തുള്ളൂ, പിന്നല്ലേ നാട്ടുകാർ. നിങ്ങൾ ദൂരോട്ടൊന്നും പോകണ്ട, നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ആൾക്കാരെ തന്നെ എടുത്ത് നോക്കിയാൽ മതി. പൈസ ഉണ്ടോ നല്ല കാര്യങ്ങളായിരിക്കും, നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടും കാര്യമായിട്ടൊക്കെ നിൽക്കും. പൈസ ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ മാറും, അപ്പുറത്ത് പോയാണ് കുറ്റം പറയും. പൈസ ഉണ്ടെങ്കിൽ നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ദിയ മണിയെ പറ്റിയുള്ള ദിയയുടെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. ഞാൻ മണിയെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ കണക്ട് ചെയ്ത് പറഞ്ഞതല്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. താൻ പൈസ കൊടുത്ത് ആളുകളെ മേടിക്കുന്നു എന്ന് ഞാൻ അവിടെ ഒരിടത്ത് പോലും പറഞ്ഞിട്ടുമില്ല, മീൻ ചെയ്തിട്ടുമില്ല. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് പല ഇൻസ്റ്റാ പേജുകളും BGM ഒക്കെ ഇട്ട് കട്ട് ചെയ്തെടുത്തോണ്ട് പോയിട്ടുണ്ട്. ഞാൻ അതുകൂടെ വേണേ കാണിച്ചു തരാം. ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഏത് പട്ടിയെ വേണമെങ്കിലും മേടിക്കാം. പ്രണയം വേണോ? കൈ പൈസ മതി. പൈസ ഉണ്ടെങ്കിൽ പ്രശസ്തി വരും. പ്രശസ്തി ഉണ്ടെങ്കിൽ 100 പുറകെ വരും.
ഇതിന്റെ അടിയിൽ കുറെ കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ബ്രോ സ്പിറ്റിംഗ് ദ ഫാക്ട് 100%, 100 എന്നൊക്കെ പറഞ്ഞ ഓക്കെ, എല്ലാം പോസിറ്റീവ് കമന്റ്സ് ആണ് ഗൈസ് വന്നത്. പറഞ്ഞ കാര്യം ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിയയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ദിയ വേറെ സാഹചര്യത്തിലായിരിക്കും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് അതൊരു ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഞാൻ അത് മാത്രമാണ് അവിടെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ വേറെ ഒന്നും നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ എൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്, എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ തേപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങളെ പറ്റിയല്ല പറയുന്നത്, ഞാൻ എന്നെ പറ്റിയല്ലേ പറയണേ. പിന്നെ ഇടയിൽ കൂടെ നിങ്ങളെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനുള്ള വ്യക്തമായ കാരണം ഞാൻ കാണിച്ചു തരാം. ഉണ്ടെങ്കിൽ ഇതുപോലെ മറ്റേ കണ്ടന്റ് താരത്തിന് പിടിച്ചിരിക്കുന്ന ചില അലവലാദികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കാം. യു ആർ മോസ്റ്റ് വെൽക്കം ടു മേക്ക് മീ മോർ പോപ്പുലർ ഫ്രീ ഓഫ് കോസ്റ്റ്. താങ്ക് യു സോ മച്ച്. അത്രയ്ക്കായ കണ്ടന്റ് കാര്യത്തിനും പിടിച്ചിരിക്കുന്ന അലവലാദികളെന്നാ. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ ഒരു കണ്ടന്റ് ദാരിദ്ര്യവും ഇല്ല. നമ്മൾ ഒരു കുഞ്ഞിനെ ഓസി അല്ലേ ജീവിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഓസാറുണ്ട്. ചാനലിനകത്ത് സ്വയം പറയുന്നുണ്ടോ ഞാൻ ഓസിയാണ്, എന്നിട്ട് നമ്മളെ ഓസി എന്ന് വിളിക്കുന്ന കൊള്ളാല്ല. സോ കേട്ടല്ലോ, ദിയ തന്നെയാണ് പറയുന്നത് കണ്ടന്റ് ദാരിദ്ര്യം പിടിച്ചവർ. ഓക്കെ, ഇത് കേട്ട അട്ടർ പുച്ഛത്തോടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കാണുന്നത്. ഈ ഒരൊറ്റ ഡയലോഗിലാണ് ഞാൻ ആ ഒരു വീഡിയോ തന്നെ എടുത്ത് റിയാക്ട് ചെയ്തത്. സീരിയസ്ലി, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തേ ഉണ്ടായിരുന്നു. അതിന്റെ മുൻപ് തന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടേ ഇല്ല. എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്ത് എന്നെയും കുറച്ചൊക്കെ പോപ്പുലർ ആക്കിയതിന് വളരെ നന്ദിയുണ്ട്. വിചാരിക്കുന്ന പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല ഞാനെന്ന് വിചാരിക്കുക. ഇമാജിൻ, സോഷ്യൽ മീഡിയ കാണുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ചിലവർ നമ്മളെ പോകുന്നത് സൂയിസൈഡിന്റെ പേരിൽ. നോട്ട് ദാറ്റ് ഞാൻ സൂയിസൈഡ് ചെയ്ത് കളയുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആർക്ക് വേണം എപ്പോ വേണം ഈ പുറത്ത് ചിരിച്ച് കളിച്ച് നടക്കുന്ന ആളാ. ഇപ്പൊ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് സൂയിസൈഡ് ചെയ്ത് ഇന്നലെ വരെ ചിരിച്ചിരുന്ന ഒരുത്തന് എന്ത് പറ്റിയെന്ന് അറിയില്ല. നമ്മൾ അങ്ങനെ പലരും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പോലും സംസാരിച്ചിട്ടുണ്ട്. പല സിനിമ നടന്മാരും ഡയറക്ടർ സൂയിസൈഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരുടെ പോസ്റ്റർ ഇന്നലെയും കൂടി ഇവര് ചിരിച്ച് കളിച്ച് നിൽക്കും, നമ്മളത് പറയും. മനസ്സിലായ? ഇതൊരു ടൈപ്പ് ഓഫ് സ്കേപ്പ് ഗോട്ടിംഗ് ആണ്. എന്താണ് ഇവിടുത്തെ റിയൽ കോണ്ടന്റ്, അതിനകത്ത് നിന്ന് ആൾക്കാരെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു തലത്തിലോട്ട് സാധനത്തിനെ കൊണ്ടുപോവുക. നമ്മുടെ കേരളത്തിൽ ഒരാൾ പോലും റിയാക്ഷൻ വ്ളോഗർ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ സൂയിസൈഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മേ ബി നോർത്തിലൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. കാര്യം ഈ ഹിന്ദിക്കാരുടെ അവരുടെ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അവർ പച്ചയ്ക്കാണ് പല കാര്യങ്ങളും പറയുന്നത്. പച്ചയ്ക്ക് ഇവിടെ ഒരു ദയം ദാശനും ഇല്ലാതാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അതിന്റെ ഒന്നും നൂലൊരു അംശം പോലും നമ്മൾ ഇവിടെ ഒന്നും സംസാരിക്കുന്ന പോലും ഇല്ല. സോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബുള്ളിങ് അനുഭവിക്കുന്നത് കമന്റ് സെക്ഷനിലാണ് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത്. ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ മാതിരി തോന്നിയ ദിവസം കമന്റ് ഇടുന്നവരെ വരെ നമ്മുടെ അടുത്ത് കമന്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഒന്നും ആർക്കും സംസാരിക്കാനൊന്നുമില്ല. പല കമന്റ് ഇട്ടവന്മാരും വന്ന് മാപ്പ് വരെ പറഞ്ഞ കേസുകെട്ടുകളുണ്ട് ഇവിടെ നമ്മൾ റിയാക്ട് ചെയ്തതിന്റെ പേരിൽ. എന്നിട്ട് ഇവര് ഈ സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തലത്തിലോട്ട് ഈ സാധനത്തിനെ കൊണ്ടുപോകണം. എന്തോ ഒരു കൈൻഡ് ഓഫ് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വലിയൊരു വിപത്താണ് എന്നുള്ള രീതിയിൽ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ മനസ്സിലാവുന്നത്? പിടിക്ക് എടുക്കുക എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന അച്ഛനെ പോലും വെറുതെ വിടാതെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പ്രശസ്ത സിനിമാ നടനും പൊളിറ്റീഷ്യനുമായ കൃഷ്ണകുമാർ 100% വിജയം എന്ന് പറഞ്ഞിട്ട് അത് പുള്ളി ഇലക്ഷനിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇലക്ഷന് വന്നു, ഇലക്ഷന് ജയിക്കുന്നുണ്ട്, തോൽവിയുണ്ട്. ഒരു ഇലക്ഷൻ ആകുമ്പോൾ അതിനകത്ത് ഒരാൾക്കേ ജയിക്കാൻ പറ്റും, എല്ലാവർക്കും ഇവിടെ ജയിക്കാൻ പറ്റത്തില്ല. ഈ 100% വിജയം എന്ന് പറയാൻ തെറിവല്ലാണോ? അച്ഛനെ പറഞ്ഞു എന്ന് പറയുന്നത് പുള്ളി പറഞ്ഞ ഒരു പ്രശസ്തമായ ഡയലോഗ് ഞാൻ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. അല്ലാതെ പുള്ളിക്കാരനെ ഞാൻ എന്താ പറയാ അച്ഛനെ പറഞ്ഞു എന്ന് പറയുന്ന പോലെ തെറിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വൈ ടാർഗറ്റ് എ പേഴ്സൺ ഇഫ് യു ഡോണ്ട് ലൈക്ക് ദർ പൊളിറ്റിക്കൽ ഒരു ഐഡിയോളജി? അപ്പൊ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഈ പുള്ളിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണെന്നോ അയാളുടെ വീട് എവിടെന്നൊക്കെ എത്ര വയസ്സാണെന്ന് പോലും എനിക്കറിയില്ല. ജസ്റ്റ് ബിക്കോസ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ വേറൊരു പാർട്ടിയിലാണെന്നും പറഞ്ഞ് എനിക്ക് നിങ്ങളെ തെറി വിളിക്കാനുള്ള അധികാരമില്ല. മനസ്സിലായോ? പുള്ളിയുടെ പൊളിറ്റിക്സിനെ പറ്റി, കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പൊളിറ്റിക്സിനെ പറ്റി ഒരക്ഷരം പോലും ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയും പറഞ്ഞു. പുള്ളി പ്രസംഗത്തിൽ ഉപയോഗിച്ച ഒരു ഡയലോഗ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്ത പൊളിറ്റിക്സ് ആണ് എൻ്റെ പൊളിറ്റിക്സ്. നമ്മുടെ ചാനലിൽ പൊളിറ്റിക്സ് അങ്ങനെ സംസാരിക്കാറുമില്ല. പറയുന്ന സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ BJP ആണോ എന്നൊന്നും നോക്കാതെ എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ കൃത്യമായിട്ട് അവിടെ പൊളിറ്റിക്കലി പറയുന്നുണ്ടെങ്കിൽ പറയത്തുള്ളൂ. അല്ല തന്റെ അച്ഛന്റെ പൊളിറ്റിക്സോട് ഞാൻ വലിച്ചെടുത്തിട്ട് ഇത് കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കമന്റ് ഇടുന്ന ഓരോരുത്തരും, റോങ് ആയിട്ട് കമന്റ് ഇടുന്ന ഓരോരുത്തരും ഇതുപോലെ ആ പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കുന്നവര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ? അവർ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരാൾ ഉത്തരവാദിയാണ്. ഞാൻ ആ പുള്ളിക്കാരിയെ ഒരുപാട് ദ്രോഹിച്ചു. എന്റെ വാക്കുകൾ ചിലപ്പോൾ ആ പുള്ളിക്കാരിയെ ഒരുപാട് മെന്റലി ദ്രോഹിച്ചിട്ടുണ്ട്. ആ കുട്ടി മരിച്ചതിന് ഒരു കാരണക്കാരൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ധൈര്യം ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യും? ചെയ്ത വീഡിയോ മൊത്തം ഡിലീറ്റ് ചെയ്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അതേ നിങ്ങളെ കൊണ്ട് പഴി തെറ്റത്തുള്ളൂ. അത്രയ്ക്കുള്ള നട്ടിലേക്ക് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളൂ. വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. എന്റെ വീഡിയോ കാരണം ഏതെങ്കിലും പെൺകുട്ടിയോ ആൺകുട്ടിയോ നിരപരാധിയായിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടിയോ ആൺകുട്ടിയോ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാനുള്ള
നട്ടല് എനിക്കുണ്ട്. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചോ. ഉണ്ടോന്നല്ലേ ചോദിച്ചേ? നട്ടല് നല്ല കരുത്തനുണ്ട്. വാഴപ്പിണ്ടി ഒന്നുമല്ല പുറകെ വെച്ചേക്കണേ. ഞാൻ എന്റെ സ്റ്റാഫ് കുട്ടി എന്റെ അടുത്ത് നിന്ന് വന്ന് പറഞ്ഞായിരുന്നു, ഈ പുള്ളിയുടെ പേജ് ഞാൻ കണ്ടു, പുള്ളിയുടെ ബയോയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അശ്വിൻ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ, എഞ്ചിനീയർ ഡോക്ടറിനൊക്കെ പഠിക്കുന്നത്. കാരണം എനിക്ക് അത്രയും പഠിപ്പില്ല. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. അത്രയുള്ള പഠിപ്പൊക്കെ എനിക്കുള്ളൂ. ഇത്രയും എഞ്ചിനീയറിംഗ് പോലെ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളാണോ സപ്ലി വല്ലതും ആയിട്ട് കിടക്കുവാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ പിന്നെ ആ സംശയം അങ്ങ് തീർത്തേക്കാം. ഇതാണ് എന്റെ ബിടെക്കിന്റെ സർട്ടിഫിക്കറ്റ്. 2012-16 ബാച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായതാണ്. ഇനി അതും ചിലപ്പോൾ കള്ളമെന്ന് പറഞ്ഞാണ്ട് എൻ്റെ മാർക്ക് ലിസ്റ്റും കൂടെ വേണം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ഓരോ സെമിസ്റ്ററിലും കിട്ടിയ മാർക്ക്. ഒരു സപ്ലി പോലും വീഴാതെ ഓൾ പാസ്സായി വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പം സപ്ലി അടിച്ച് കിടക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ എനിക്ക് ഇതിൽ കൂടുതൽ പ്രൂഫ് വരാൻ പറ്റില്ല. ഇനി ഓരോ സെമസ്റ്ററിൽ സെപ്പറേറ്റ് എടുത്ത് കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, വേണം അതും കാണിക്കും. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ബയോയില്. ഇത്രയും പഴുപ്പുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അവളെ നേക്കുമായിരിക്കും, അവളെ നേച്ചൊട്ടിച്ച്. ഓൾറെഡി ഞാൻ ഈ പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നോ. നിങ്ങൾ ഇത് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സൂയിസൈഡ് എന്ന് പറയുന്ന വാക്ക് എത്ര വട്ടം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ റിപ്പീറ്റ് അടിച്ചെന്ന് നോ ഐഡിയ. അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞ് ആൾക്കാരുടെ മണ്ടയ്ക്ക് ഇങ്ങനെ എത്തിക്കുക. ഓക്കെ, അവൻ കാരണം സൂയിസൈഡ് ചെയ്യും. കൊള്ളാം, നന്നായിട്ടുണ്ട്. ലീഗലി നിങ്ങളുടെ അഗൻസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റും, നിങ്ങൾ അകത്താകുന്നുള്ളത് കൺഫേം ആണ്. പക്ഷെ സംഭവം എന്ന് വെച്ചാലേ നിങ്ങൾക്ക് എന്റെ പ്രായവും പോലും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സംസാരം വെച്ചിട്ട് കുറച്ച് ഇമ്മച്ചുവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചു പയ്യന്റെ സംസാരമായിട്ട് എനിക്ക് തോന്നിയത്. ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന പോലെ ഇരുന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് ഫണ്ണായിട്ടൊക്കെ സംസാരിച്ചാൽ ആൾക്കാർ കണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സീരിയസ് ആയിട്ട് സംസാരിക്കാനും അറിയാം. ആൻഡ് എൻ്റെ എല്ലാ വീഡിയോയും ചേച്ചി പറയുന്ന പോലെ ഇമ്മച്ചുവർ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയൊന്നും അല്ല. കണ്ടോക്കിയാൽ മനസ്സിലാവും. പിന്നെ എൻ്റെ വയസ്സ് നിങ്ങളെക്കാളും എന്തായാലും മൂത്തതാണ്. 2016 പാസ് ഔട്ട് ആയെന്ന് പറയുമ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി എത്ര വയസ്സുണ്ടെന്ന്. പിന്നെ പറഞ്ഞത് കേസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ തേപ്പുകാരി എന്ന് വിളിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ ലൈംഗിക ചൊവയോടുകൂടി ആ വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം എൻ്റെ തലക്കടിച്ചേൽപ്പിച്ച് കേസ് കൊടുക്കാനാണ്, പിടിപാടൊക്കെ വെച്ച് കേസ് കൊടുക്കാനാണ് തീരുമാനിക്കുന്നെങ്കിൽ കൊടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് കേസ് കൊടുക്കാമല്ലോ. എന്നെ ഞരമ്പ് രോഗി എന്ന് വിളിച്ചു. അതൊരു ടൈപ്പ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ആണല്ലോ, അല്ലേ? ഞരമ്പ് രോഗി എന്ന് വിളിക്കുന്നതിനകത്ത് തന്നെ ഉണ്ട്. രണ്ടാമത്തത്, ഞാൻ പറയാത്ത ഒരു കാര്യം എൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എന്നെ ഡിഫെയിം ചെയ്തു എന്നും പറഞ്ഞ് എനിക്കും വേണമെങ്കിൽ കൊടുക്കാം. മനസ്സിലല്ലേ? അപ്പൊ ഇതിന് ശേഷവും നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ടൈപ്പ് ഓഫ് വീഡിയോ എന്നെ കുറിച്ചോ എന്തോ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അഗൻസ്റ്റ് ലീഗലായിട്ട് എന്തായാലും മൂവ് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ എന്നെ പറ്റി കുറെ ആരോപണങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ പോയാൽ മതിയോ? എനിക്ക് പറയാനുള്ളതോടെ കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ചില വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. പക്ഷെ ഞാൻ പറയാത്ത ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്ന് വീഡിയോക്കകത്ത് പറയുമ്പോൾ എനിക്കത് വന്ന് എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെങ്കിലും എനിക്കത് ബോധ്യപ്പെടുത്തണം. സോ അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഇട്ടോ ഇല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല, ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, റോങ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നാളെ പറഞ്ഞു റോങ് ഇൻഫർമേഷൻ. ഞാൻ എവിടെയാണ് നിങ്ങളെ തേപ്പുകാരി എന്ന് വിളിച്ചത്? അത് പ്രോപ്പറായിട്ട് കേക്ക് എന്നിട്ട് പറ. ഇത് ഞാൻ ഓർഡർ ആയിട്ട് പോലും ചെയ്യുമല്ലോ. ഐ വുഡ് റിക്വസ്റ്റ് ഇതുപോലത്തെ ഈ നിങ്ങൾ ജൂവലറിയുടെ വീഡിയോ നിങ്ങൾ ഇട്ടോളൂ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇട്ടോളൂ. പക്ഷെ അതല്ലാതെ എന്നെ കുറിച്ച് നിങ്ങൾ പേഴ്സണലി പറഞ്ഞ വീഡിയോ നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിന് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ സപ്പോർട്ട് മീ. ഇറ്റ് വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ. പ്ലീസ് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് എനിക്കുണ്ട്. ടേക്ക് ഡൗൺ ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ, അത് നിങ്ങൾ വെച്ചോണ്ടിരുന്നുള്ളൂ. പക്ഷേ ഐ വുഡ് സ്റ്റിൽ സേ ഇറ്റ്സ് വെരി റോങ് ഫ്രം യുവർ എൻഡ്. ഈ പറഞ്ഞത് എല്ലാം കൃത്യമായിട്ട് കേട്ടല്ലോ. ഞാൻ 2 മാസം മുമ്പിട്ട് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലാണ്. അത് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ കംപ്ലീറ്റ് കാണാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് വീഡിയോ ഇരുന്ന് കാണുന്നത്. പുള്ളിക്കാരത്ത് ഈ പറഞ്ഞതിന് ശേഷം ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി. അത് എൻ്റെ മാന്യത. ഞാൻ കാരണം ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രൈവറ്റ് ആക്കിയത്. എന്നിട്ട് ഇവർ ചെയ്ത പരിപാടി നിങ്ങൾ കണ്ടോ? ഇവർ സ്റ്റോറി ഇട്ടിരിക്കുന്നു. ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി എന്നും പറഞ്ഞിട്ട് ഒരു BGM കയറ്റിയിട്ട് സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. അത് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പാരന്റ്ലി ഹി വാസ് ഫോഴ്സ്ഡ് ടു പുട്ട് മൈ വീഡിയോ ഓൺ പ്രൈവറ്റ് മോഡ്. മേ ബി ഹി കെയിം ടു സെൻസ് അബൌട്ട് ദ കോൺസിക്വൻസ് ഹി മൈറ്റ് ഹാവ് ടു ഫേസ് ഫോർ സെക്ഷൽ ഹരാസിംഗ് വുമൺ ത്രൂ സോഷ്യൽ മീഡിയ ഫോർ മണി. ഞാൻ എവിടെയാണ് നിങ്ങളെ സെക്ഷൽ ഹരാസ് ചെയ്തത്? നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ നിങ്ങളുടെ ആ വാക്ക് റെസ്പെക്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കിയേക്കുന്നത്. എനിക്ക് പബ്ലിക് ആക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് ഈ മാതിരി പരിപാടിയാണ് കാണിക്കുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്ന ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഞാൻ പേടിച്ചിട്ട് പ്രൈവറ്റ് മോഡിലാക്കിയിട്ട് ഓടിയെന്നും പറഞ്ഞിട്ട് ഇഷ്യൂസ് കൊണ്ട് കൊടുക്കാതിരിക്കുക,
നിങ്ങൾ അവർ ഉപയോഗിക്കുകയാണ് അവർക്ക് പൈസ ഉണ്ടാക്കാൻ. കാരണം ആ പുള്ളിയുടെ ആ ചാനലില് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 3 ലക്ഷം വ്യൂ ക്രോസ് ചെയ്തത് എന്റെ തല വെച്ചിട്ട്. അതിലെനിക്ക് സത്യം പറഞ്ഞ അഭിമാനമുണ്ട്. തെറി വിളിക്കാനാണെങ്കിൽ അവൻ എന്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് അവൻ കഞ്ഞി അത് വെച്ച് കുടിച്ചല്ലോ. അവൻ മേ ബി അത് ഒരു ഇമ്മച്ചുവറായിട്ടുള്ള ഒരാളുടെ മൈൻഡിൽ വരുന്ന ഇവളെ ഉപയോഗിച്ച് 10 തെറി പറഞ്ഞപ്പോൾ എനിക്ക് നല്ല വ്യൂ കിട്ടി, കുറച്ച് പൈസയും കിട്ടിയ, ഇനി അത് തന്നെ ചെയ്യാം. നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങളുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വ്യൂവർഷിപ്പ് കിട്ടുമെന്ന്. എൻ്റെ ചാനൽ ആദ്യമായിട്ടൊന്നുമല്ല 3 ലക്ഷം ക്രോസ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ട് വലിയ ചാനലൊന്നുമല്ല, പക്ഷെ ആദ്യമായിട്ടല്ല 3 ലക്ഷം ക്രോസ് ചെയ്യുന്നത്. അത് പോപ്പുലർ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര വീഡിയോ 3 ലക്ഷം ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, എൻ്റെ ബിഗ് ബോസിന്റെ വീഡിയോ ഒന്നും ഇപ്പൊ നിലവിലത് കാണാത്തത് നിങ്ങളുടെ ഭാഗ്യം. കാര്യം ബിഗ് ബോസ് സമയത്താണ് ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അന്നാണ് എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. അന്ന് എൻ്റെ ചാനലിൽ എത്ര വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. 3 ലക്ഷമൊക്കെ പുട്ടുപോലെ ഡെയിലി അടിച്ചുകൊണ്ടിരുന്നതാണ്. ആ വീഡിയോ ഒന്നും ഞാൻ ഇപ്പോൾ ഇല്ല, ഡിലീറ്റ് ചെയ്തു. ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് കുറച്ച് കോപ്പിറൈറ്റ് സ്ട്രൈക്കിംഗ് ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ തന്നെ ഡിലീറ്റ് ചെയ്തു. ഒരു ഫേസ് വാല്യൂ ഇല്ലാത്ത റിനോയ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അവന്റെ വീഡിയോ വെറും 83 സബ്സ്ക്രൈബർ ആയിരുന്നു അവനെ ആർക്കും അറിയില്ല. അവന്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ 3 ലക്ഷം പുട്ടുപോലെ അടിച്ചിട്ട്. അപ്പം ഫേസ് വാല്യൂ എന്തല്ല കാര്യം. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് വെച്ചിട്ട് ഈ വീഡിയോ ചെയ്താൽ ഞാൻ മാത്രമല്ല എല്ലാവരും കിട്ടണമല്ലോ 4, 5 ലക്ഷം 10 ലക്ഷം വ്യൂവർഷിപ്പ്. എന്തുകൊണ്ട് എനിക്ക് മാത്രം കിട്ടി? അതെന്ത് മനസ്സിലാക്കാത്തത്? എല്ലാവർക്കും ഈ പറയുന്ന വ്യൂവർഷിപ്പ് ഉണ്ടാ? ഇല്ലല്ലോ. സ്വയം ഒന്ന് തീരുമാനിക്കുകയാണ് ഫേസ് വെച്ച് കഴിഞ്ഞാൽ കുത്തനെ കയറുമെന്ന്. കൂടുതലൊന്നും പറയില്ല. ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. ലെന്തി വീഡിയോ ആണ്, എനിക്കറിയാം. ഓക്കെ, ഇത്രയും ലെന്തി വീഡിയോ ഞാൻ ചെയ്യാറില്ല, എൻ്റെ ജന്മത്തിൽ ചെയ്തിട്ടുമില്ല. കമന്റ് സെക്ഷൻ ഓൺ ആണ്. താഴെ ഒന്ന് കമന്റ് ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം. കാണാതെ കമന്റ് ചെയ്യുന്നവർക്ക് എനിക്കൊന്നും പറയാനുമില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ദിയയിൽ നിന്ന് ഒരു മറുപടി പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാനോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം ആ ഒരു വേർഡ് നിങ്ങൾ പല തവണ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ തേപ്പുകാരി നിങ്ങളെ വിളിച്ചു എന്നുള്ള വേർഡ്. സോ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതെനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അന്ന് എനിക്കെതിരെ പറഞ്ഞ ഓരോ അലിഗേഷൻസിനും പ്രോപ്പർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ആണ് അന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. അധികം ആരും ആ വീഡിയോ കണ്ടിട്ടുമില്ല. ഏകദേശം 1 ലക്ഷം പേര് മാത്രമാണ് ആ വീഡിയോ കണ്ടത്. ആ കണ്ട ആളുകൾക്ക് മാത്രമേ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടിട്ടുള്ളൂ. ഇന്ന് ഇവിടെ ഞാൻ ഈ ഒരു സബ്ജക്ട് പറയുന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. സീരിയസ്ലി എന്റെ ഗതികേട് കൊണ്ടാണ്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എന്റെ വീഡിയോ അടി വരുന്ന കമന്റ്സ്, അപ്പോൾ നീ ദിയ കൃഷ്ണയുടെ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞതോ ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് വരുന്നത്. സോ ഇതുപോലെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. എന്റെ ഭാഗം കേൾക്കാതെ എന്നെ വിമർശിച്ച് വരുന്ന ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് ഇതിവിടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അല്ലാതെ പിന്നെ ഇതൊരു ഇഷ്യൂ ആക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ പിന്നെ ഇതിനകത്തോട്ട് വലിച്ചിടാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഇതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ ഞാൻ നിർബന്ധിതനാവുകയാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പേജ് കണ്ടില്ലേ, മീഡിയ ബിറ്റ്സ് എന്ന് പറയുന്നത്, അത് നവംബർ 1st വീക്ക് കഴിഞ്ഞ ഇഷ്യൂ ആണ്. അത് എല്ലാവരും മറന്നിട്ട് പോലും ഈ പറയുന്ന ആ ഒരു പേജിനകത്ത് എനിക്കെതിരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എനിക്കിതൊരു മോശം കമന്റ്സും വരുന്നുണ്ട്. സോ ഇത് കാണുന്ന ആളുകൾ എന്താണ് വിചാരിക്കേണ്ടത്? ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾ തേപ്പുകാരിയാണെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലൈംഗിക ചൊവ്വയോടെ നോക്കി, ഞാൻ ഞരമ്പ് രോഗിയാണ് എന്നുള്ള തരത്തിലാണ് ആളുകൾ എന്നെ കാണുന്നത്. സോ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഓരോരുത്തർ ഓരോ കമന്റ് ഇടുന്നത്. എത്ര കാലം ഞാനത് കണ്ടിട്ട് മിണ്ടാതിരിക്കും? അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സായി ആ കുള്ളൻ എന്ന് വിളിച്ച ആ കമന്റിന്റെ അടിയിൽ പോയി താങ്കൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കമന്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ടൊരു സ്റ്റോറിയും കണ്ടു. സോറി എന്തോ സായി എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറിയും കണ്ടത്. നിങ്ങൾ ആ സ്റ്റോറി നോക്കിയാൽ മനസ്സിലാവും. അതിനേക്കാളും ചെറിയ ഫോണ്ടിൽ ഇനി നമുക്ക് എഴുതാൻ പറ്റില്ല ഇൻസ്റ്റാഗ്രാമിനകത്ത്. അത്തരത്തിലൊരു സ്റ്റോറിയാണ് നിങ്ങൾ ഇട്ടത്. തന്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹത്തോട് സോറി പറഞ്ഞെങ്കിൽ നല്ല കാര്യം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ ചെയ്ത അന്നത്തെ വീഡിയോ നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. ആ വീഡിയോയുടെ കാലാവധി കഴിഞ്ഞു. അതെല്ലാവരും കണ്ടു കഴിഞ്ഞു കാണും. കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇനിയും ഞാൻ അവരെ ദ്രോഹിച്ചു എന്ന് പറയുന്ന കമന്റ്സ് ഇടാതിരിക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. സോ ഇതിന്റെ പേരിൽ അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് മോശമായിട്ട് സംസാരിക്കാനൊന്നും നിൽക്കരുത്. അതും എന്റെ തലയിലാവും. അതുകൊണ്ടാണ് പറയുന്നത്. സോ റിക്വസ്റ്റ് ആണ്, ആരും അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് മോശമായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. ഈ ഒരു ടോപ്പിക് ഇവിടെ തീർന്നു. ഇതിനെപ്പറ്റി ഇനി ഒരു വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ ശരിയെങ്കിൽ ബൈ.